ഇന്ന് നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ് ബസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താനിടണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് കഴുകി വാർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് അരിനെ വേവിച്ച് ഊറ്റി വെക്കണം. ഇനി റൈസിന് വേണ്ടി മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കടുക്, ഉഴുന്ന്, കടലപ്പരിപ്പ്, ചെറിയ ജീരകം ഇവയെല്ലാം ഇട്ട് നന്നായി വഴറ്റണം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി വഴന്നതിലേക്ക് ഒരു പച്ചമുളക് 2 കഷ്ണാക്കിയത്, 2 വറ്റൽ മുളക്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റണം. ഇവയെല്ലാം കൂടി നന്നായി വഴന്നു വരുന്നതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കണം. ഇനി 4 തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പ്, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇനി തുറന്ന് വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം എല്ലാം വറ്റിയതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. മേലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് റെഡി.